ആമി ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് അയന. ഇന്ന് എല്ലാവരുടെയും വിശേഷം. ഞങ്ങളുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തായ്ലൻഡ് ഇതിൽ 3 ദിവസം ആക്കുന്നു ഗൈസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ത് പെട്ടെന്ന് ദിവസങ്ങൾ പോണത്. ഇന്ന് നമ്മുടെ പട്ടായയിൽ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വ്ളോഗ് തുടങ്ങുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. കഴിഞ്ഞ വ്ളോഗ്സിലൊന്നും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാൻ പറ്റാറില്ലായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഹോട്ടൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബൊഫേ സിസ്റ്റമാണ്. ഒത്തിരി ഫുഡ് ഉണ്ട് കേട്ടോ. 3 ടേബിൾ നിറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. ബിവറേജുകളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് കടയിൽ അങ്ങനെയുള്ള സാലഡ് കാര്യങ്ങൾ, സ്നാക്സ്, പിന്നെന്താ ഡെസേർട്ടുകളുണ്ട്, വേറെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. കുറേ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവർ തന്നിട്ടുള്ളത്. എന്തൊക്കെ ഉണ്ടെങ്കിലും ആമിക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു മടിയാണ് കേട്ടോ. കാലത്ത് എണീറ്റിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. കണ്ടോ, കോഫി പൗഡർ, മിൽക്ക് പൗഡർ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. സെറ്റ് സാധനമായിരുന്നു. നമുക്ക് ഏത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാവും. വയറ് നിറച്ചങ്ങനെ മുട്ട കഴിക്കാനും പറ്റില്ലല്ലോ, ട്രാവൽ ചെയ്യല്ലേ. അങ്ങനെ ഫുള്ള് ഞാനിങ്ങനെ എല്ലാം ഞാൻ കാണിക്കണില്ല കേട്ടോ. ജസ്റ്റ് അവിടെ നിന്നൊക്കെ കാണിക്കണുള്ളൂ. അല്ലാതെ അവിടെ നമ്മൾ വിട്ടു പോണ കാര്യമാണ്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോഴുണ്ടല്ലോ നമ്മൾ നൈറ്റൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ലേറ്റ് ആകും. കറങ്ങി തിരിഞ്ഞ് എല്ലാം വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആകാറുണ്ട് കേട്ടോ. പിന്നെ കാലത്ത് എണീക്കുമ്പോൾ അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് ഞാൻ എണീക്കാറ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഡെസ്റ്റിനേഷനൊക്കെ കവർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം തരില്ല. ഇന്ന ടൈമിൽ റെഡി ആകണം, ഇന്ന സമയത്ത് കഴിച്ചു വരണം എന്നൊക്കെ പറയുമ്പോഴും കാലത്ത് എഞ്ചിട്ട് ഒരു അംഗമാണ് ആമിക്കുട്ടീനെ ഒരുക്കണം, എനിക്കൊരുങ്ങണം. അങ്ങനെ എല്ലാം കൂടി കെട്ടിപ്പറക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന നേരത്ത് ഞാൻ ചിലപ്പോൾ ഫോൺ എടുക്കാനായിട്ട് മറക്കും, ഷൂട്ട് ചെയ്യാനായിട്ട് മറക്കും. ആ കാര്യം ചിലപ്പോൾ വിട്ടുപോകട്ടാം. അങ്ങനെ പലപ്പോഴും സ്കിപ്പായി പോവാറുണ്ട് സംഭവം. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മ ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കാണ് കേട്ടോ. അവിടുത്തെ ആളുകളുടെ ഡ്രസ്സിങ്ങും അവർ പോണതും വരുന്നതും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആമിക്കുട്ടി അവിടെ കണ്ണി കണ്ടതൊക്കെ പെറുക്കിയോടെ നടക്കുന്നു കേട്ടോ. എത്ര വിളിച്ചാലും വരില്ല. അവിടെ ചുറ്റും ഇങ്ങനെ ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂവൊക്കെ പൊട്ടിച്ച് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ആൾ. അവൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആമിയുടെ ഫുഡിങ്ങിൻ്റെ കാര്യം ഭയങ്കര പരിതാപകരമാണ്. അവൾ എത്ര കൊടുത്താലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല. അവൾക്ക് സെറ്റ് ആവണില്ല കേട്ടോ. ഈ ട്രാവൽ ചെയ്യണ സമയത്ത് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ ഒന്നും അവൾക്ക് പിടിക്കണില്ല. അപ്പോൾ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊടുത്ത് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, നമ്മൾ മിന്ത്രയിൽ നിന്ന് കുറേ ഓർഡർ ചെയ്ത് വരുത്തി, അതൊന്നും എനിക്ക് സെറ്റ് ആവുന്നത് തിരിച്ചയച്ച്. പിന്നെ ഈ ഒരു കോഡ് സെറ്റ് എനിക്ക് സെറ്റായി കിട്ടിയിട്ടോ. അപ്പോൾ അത് നമ്മൾ ഇന്ന് ഇട്ടിട്ടുണ്ട്. അമ്മയുടെ ഈ ഒരു ചുരിദാറും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണത് നുങ്നൂച്ച് ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ ഒന്നാണ് കേട്ടോ ഈ നുങ്നൂച്ച് ഗാർഡൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ലോകം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ നമുക്ക് ഒടിച്ചു തരും. ഈ ഒരു ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് 2 ഷോ കവർ ചെയ്യാനായിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ. പിന്നെന്താ, ബഗ്ഗിയുണ്ട്. നമുക്ക് നടന്ന് ഈ ഒരു ഏരിയ കവർ ചെയ്യാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. നമ്മുടെ മുന്നത്തെ ബ്ലോഗിൽ ടൈഗർ സൂല് പോയപ്പോൾ ഒരു വെഹിക്കിൾ കാണിച്ചു തന്നില്ലേ, ബഗ്ഗി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലത്തെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് നമ്മളിന്ന് ഇവിടെ കറങ്ങാനായിട്ട് പോണത്. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഉണ്ടല്ലോ ശരിക്കും ഞെട്ടിപ്പോയിട്ട്. അത്ര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒത്തിരി കാണാനുണ്ട്. ലോകം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. ശരിക്കും ഉണ്ടല്ലോ എനിക്കിങ്ങനെ കാണുമ്പോൾ ടെൻഷനാണ്. കാരണം ആമിക്കുട്ടിക്ക് ഇപ്പോൾ ഭയങ്കര വാശി. അവളെ ഇപ്പോൾ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം. അവളെക്കാൾ കുഞ്ഞിടങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ അവളെ നമ്മളൊക്കത്ത് കയറ്റി എടുത്തുകൊണ്ട് നടക്കണം. ഞാനും ചേട്ടനും മമ്മിയും അച്ഛനും മണിക്കൂട്ടും ഒക്കെ എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുത്തിട്ട് വയ്യാണ്ടായി എല്ലാവർക്കും. കാരണം ഒത്തിരി നമുക്ക് നടന്ന് കാണാനുണ്ടല്ലോ. ആമിയാണെങ്കിൽ നിലത്ത് ഇരിക്കില്ല. അവൾ നിലത്ത് കിടന്ന് നടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ നടക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം ഒന്നും പോരാ മക്കൾ. ഒരു ദിവസം മുഴുവൻ നമ്മൾ ഓടി നടന്നും കണ്ടാലും തീരാത്ത അത്ര ഏക്കർ കണക്കിന് ഏരിയ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇവർ ഈ ഫോട്ടോയ്ക്ക് നിൽക്കണ ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, അത് കിടുവായിട്ടില്ലേ, നല്ല പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഫോഗൊക്കെ ഇട്ടിട്ട്. എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ബാഹുബലി മൂവിയിലെ ഒരു സോങ് ആണ്, തമ്മന്റെയും പ്രഭാസും കൂടിയിട്ടുള്ളത്. ഇങ്ങനെ ഫോഗൊക്കെ ഇട്ട് സെറ്റ് ചെയ്തത് അതുപോലെയാണ് കേട്ടോ. ഓരോ ഭാഗങ്ങളും പല പല കൺട്രീസിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അവർ ചെയ്തിട്ടുള്ള ഗാർഡനുകളാണ് ഓരോ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ കുറേ ആനകളുണ്ട് കേട്ടോ. കുഞ്ഞു തുടങ്ങി വലുത് വരെയുള്ള വലിയ പല സൈസിലുള്ള ആനകൾ നമുക്ക് ഇവിടെ കാണാം. കാരണം എലിഫന്റ് ഷോ നടക്കുന്നുണ്ട്. നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നു ഒരിക്കലും തായ്ലൻഡ് അല്ലായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തായ്ലൻഡിലോട്ട് പോകണം തന്നെയല്ല, തായ്ലൻഡിലോട്ട് പോകണം എന്നൊരാഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല നമ്മൾ ആദ്യം മുന്നോട്ട് വെച്ചത് ലക്ഷദ്വീപായിരുന്നു. ലക്ഷദ്വീപിൽ പോകണം എന്നൊക്കെ ആയിരുന്നു പ്ലാൻ. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ബഡ്ജറ്റൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം തായ്ലൻഡിൻ്റെ ആ ഒരു തായ്ലൻഡിൽ പോയാലോ, കുറച്ചും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തായ്ലൻഡിൽ പോകാമല്ലോ എന്ന് ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു. ശരിക്കും ലക്ഷദ്വീപിക്ക് പെർമിറ്റ് കിട്ടാൻ 1 മാസം എടുക്കും, അല്ലെങ്കിൽ 2 ആഴ്ച ഒക്കെ എടുക്കും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അത് വേണ്ടാന്ന് വിചാരിക്കാനുള്ള ഒരു കാരണം. ആമി നടക്കണില്ല എന്ന് പരാതി പറഞ്ഞിട്ട് അവസാനം അവളെ നിലത്തിറക്കി വിട്ടതാണ് കേട്ടോ അവസ്ഥ. അവിടെയുള്ള കടകളിൽ മുഴുവൻ നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ചില ഷോപ്സ് ഇങ്ങനെ
സോനിയേഴ്സും ഡ്രീം ക്യാച്ചേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി എല്ലാവരുടെയും ഒന്ന് പരതി. ആൾക്ക് വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി മോളെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ ഇവിടെ നല്ല വിലയാണെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം വന്ന് നമ്മൾ അവസാനമല്ല ആദ്യം വന്നിട്ടുള്ളത് നമ്മൾ കൾച്ചറൽ പ്രോഗ്രാം കാണാനാണ് കേട്ടോ. ആ ഒരു ഷോ ഉണ്ട്, അപ്പോൾ അത് കാണാനാണ്. ഇത് തായ്ലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ ആർട്ട് ഫോംസാണ് അവരിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പല പല സ്റ്റേറ്റ് ഉണ്ടല്ലോ, അവിടെ ഓരോ ഭാഗത്ത് ഓരോ ആർട്ട് ഫോംസൊക്കെ എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെയാണ് അവരിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം നമുക്ക് കുറേ നേരം കണ്ടിരിക്കാനൊന്നും പറ്റില്ല, ബോറടിക്കും സത്യം പറയാലോ. അപ്പോൾ അതിൽ ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചില രസമുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് ഈ ഒരു ഗാർഡൻ്റെ അകത്ത് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും അവരെ അലൗ ചെയ്യണമെന്നില്ല കേട്ടോ. ഇവിടെ കുറേ റിഫ്രഷ്മെൻറ്റിനായിട്ട് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നമ്മൾ വാങ്ങി കഴിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടാങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കില്ല. അമ്മയ്ക്ക് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ബോറടിച്ചു, സ്വാഭാവികം, കിടാങ്ങളല്ലേ, ബോറടിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ. അവൾക്ക് മടുത്തു തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ സ്നാക്സ് പൊക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവർ കാണാണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊണ്ടിട്ടുണ്ട്. അത് ഞാൻ അവൾക്ക് എടുത്ത് കൊടുത്തേട്ടാ. അങ്ങനെ ആളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കുണ്ടല്ലോ, എനിക്ക് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ പ്രാന്താണ്, ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനും അങ്ങനെ തന്നെയാണ്, ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഇനി മുതൽ നമ്മൾ കുറച്ച് കാശ് എല്ലാ വർഷവും കുറച്ച് കാശ് മാറ്റി വയ്ക്കും ട്രാവൽ ചെയ്യാനായിട്ട്. ഇൻ്റർനാഷണൽ ട്രിപ്പ് തന്നെ വേണമെന്നില്ല, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കാണാത്ത പുതിയ പുതിയ ഡെസ്റ്റിനേഷനുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഓരോ വർഷം നമ്മൾ കുറച്ച് കാശ് മാറ്റി വയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ഒറ്റ ലൈഫുള്ളത് നമ്മൾ ഫുള്ള് എൻജോയ് ചെയ്യണം, ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ കാണുക. തായ്ലൻഡ് എന്നൊക്കെ പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അതുപോലെ ബാലി, മാലി, പിന്നെ സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെയുള്ള ഏരിയാസൊക്കെ നമുക്ക് പോയി വരാൻ പറ്റുന്ന ഡെസ്റ്റിനേഷനുകളാണ്, അഫോർഡബിൾ ആണ്. ഇൻ്റർനാഷണൽ ട്രിപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയുള്ള ഡെസ്റ്റിനേഷനുകളൊക്കെ ചൂസ് ചെയ്യാം. പിന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ, നമ്മൾ അറിയാണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇനി എല്ലാ വർഷവും ഇതുപോലെ കുറച്ച് കാശ് അതിനായിട്ട് മാറ്റി വെക്കണം എന്നാണ്. കാശ് ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ച് ഒരു എയിമായിട്ട് കണ്ടിട്ട് അങ്ങനെ പോയി വരാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ തായ്ലൻഡിൻ്റെ ഓരോ ഭാഗത്തുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു. അവരുടെ ആർട്ട് ഫോംസ് ആയതുകൊണ്ട് തന്നെ ആമിക്കുട്ടിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കടാങ്ങൾ എത്രയെന്ന് വെച്ചിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം വന്ന് എലിഫൻറ്റ് ഷോ കാണാനായിട്ടിരുന്നു കേട്ടോ, കയറിയിട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭാഗം നോക്കി സീറ്റൊക്കെ പിടിച്ച് വീഡിയോസൊക്കെ എടുക്കാൻ എന്നുള്ള സെറ്റപ്പിൽ നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒത്തിരി ആനകളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നൂനുജ് കണ്ടിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആനക്കുട്ടികൾ ചെറുതുണെങ്കിൽ വലുത് വരെ ഇങ്ങനെ ഓടാണ്ട് അടക്കം കാണാം. ഈ ഒരു പ്രോഗ്രാമിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആനകളാണ് കേട്ടോ. ഇതിനകത്ത് തന്നെയാണ് അവർ അതിനെ ട്രെയിൻ ചെയ്യിക്കുന്നതും വളർത്തുന്നതൊക്കെ. പിന്നെ കുറേ സാഹസിക പരിപാടികളൊക്കെ അവർ കാണിക്കുന്നത് നമ്മൾ ശരിക്കും അതിശയിച്ച് പോവും. ആമിക്കുട്ടിക്ക് ഇവിടെ വന്നിട്ട് ആനകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാവും, കുറേ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോ ഷൂട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ആനയുടെ കൂടെ ആനയുടെ തുമ്പിക്കൈയിൽ ഇരുന്നിട്ടും പുറത്തിരുന്നിട്ടും അങ്ങനെ പല പല പോസിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുറച്ച് ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഞാനങ്ങനെ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ, കാരണം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ആനകൾ. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ തേക്കടി പോയപ്പോൾ ആനയുടെ പുറത്ത് കയറിയിട്ടും അല്ലാണ്ടൊക്കെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ. മനുഷ്യന്മാരെന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ആനകളെ കൊണ്ട് അവർ ചെയ്യിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഫുട്ബോൾ കളിപ്പിക്കുന്നുണ്ട്, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ബലൂൺ പൊട്ടിക്കുക. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ട് നമ്മളെ ഗാലറിയിൽ നിന്ന് ആളുകളെ താല്പര്യമുള്ളവരെ വിളിച്ചിങ്ങനെ എടുത്തു. എന്നിട്ട് ആന നമ്മൾ ടച്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി ഇങ്ങനെ കവച്ച് വെച്ച് കിടക്കുന്നതാണ്. ശരിക്കും പേടിയോ നമുക്ക്. പിന്നെ ഈ ആനകൾ പടം വരയ്ക്കും കേട്ടോ. ആ ഡ്രോയിങ്സ് ഇവർ വിൽക്കും, നമുക്ക് വേണമെങ്കിൽ ലൈവായിട്ട് നമുക്ക് കാണാം. എന്നിട്ട് ആ പടം നമുക്ക് ബാത്ത് കൊടുത്തിട്ട് കുറച്ച് ബാത്തൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കാം. അങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും ബഗ്ഗിയിൽ കയറിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഫുള്ള് ഇങ്ങനെ കറങ്ങി കാണുകയാണ്. രണ്ട് സൈഡും ഒത്തിരി കാണാനുണ്ട്. ഒത്തിരി കാണാമെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ആമിക്ക് പുറമെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ മൃഗങ്ങളുടെയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണത്. ഇതിനകത്ത് തന്നെ നമുക്ക് ലഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോണ വഴിയിൽ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മുടെ വണ്ടിക്കാർ ഇവിടെ ഇറക്കി തന്നോട്ട്. ഒരു 15 മിനിറ്റാണ് നമുക്ക് ഇവിടെ അലോ ചെയ്തിട്ടുള്ളത്. ഓരോ സ്പോട്ടിലും അത്രയും നമുക്ക് പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ വണ്ടിയിലുള്ളവർ പലരും പല ദിക്കിലേക്കാണ് കേട്ടോ പോണത്. തേരാപാരങ്ങനെ പോയി അവസാനം പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തുമ്പോഴേക്കും 15 മിനിറ്റിൽ കൂടുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കേട്ടോ. ഞങ്ങൾ തന്നെ പല ദിക്കിലേക്കാണ് പോണത്.
അത് ശരിക്കും നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ. എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് അറിയില്ല. നമ്മൾ ശരിക്കും ഇത് പോയി കാണണം കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ ഇതിനകത്തൊക്കെ. കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, അല്ലാണ്ട് കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോഗൊക്കെ ഇട്ടിട്ട് നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ. ഉള്ളിലേക്ക് പോകുന്തോറും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. Myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. This really happening? I can't be too sure, but one day I'll be yours again. Life lessons come one in a dozen. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ ഒന്നും നടക്കണില്ല, കുറേയും കവർ ചെയ്യുന്നത് ബഗ്ഗിയിലാണ്. എന്നാൽ അവർ ഓരോ ഡെസ്റ്റിനേഷൻ നമ്മൾ ഇറക്കി വിട്ടിട്ട് ഇവിടെ കവർ ചെയ്ത് വായോ എന്നൊക്കെ പറയുമ്പോൾ അത്രയും നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആകുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല വെയിലും ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ചില ഭാഗമൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ ഫോഗൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാഹുബലി മൂവിയിലെ പോലെ എനിക്ക് തോന്നും ചില ഏരിയ ഒക്കെ കാണുമ്പോഴും. അത്രയ്ക്ക് ഗംഭീരമാണ്. അങ്ങനെ ഞങ്ങൾ നടക്കാണ് കേട്ടോ. വഴി തെറ്റി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ 5 പേര് 5 വഴിക്ക് പോയ അവസ്ഥയായിരുന്നു. കാരണം പെട്ടെന്ന് നമ്മൾ വഴി തരും. കുറേ വഴികളുണ്ട്, ഇടയ്ക്ക് വെച്ചൊക്കെ മിസ്സായി. പിന്നെ വീണ്ടും കണ്ടുമുട്ടി. പിന്നെ ഇതേ മാക്കോസ് ഉണ്ട്. ഈ മാക്കോൻ്റെ കയ്യിൽ വെച്ചിട്ട് തലയിൽ വെച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം കേട്ടോ. ഞങ്ങൾ അതിന് നിന്നില്ല, അങ്ങനെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ആമിക്കുട്ടി ഇങ്ങനെ ഓടിക്കൊണ്ട് അടക്കായിരുന്നല്ലോ, അതിന് മേലൊക്കെ കയറി ഇരിക്കുന്നുണ്ടായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോയപ്പോൾ വലിയൊരു തടാകം ഉണ്ട് കേട്ടോ. ഇതിൽ നിറച്ച് റിവർ നിറച്ച് മറ്റേ എന്താ പറയുക, അരാപ്പൈമയാണ് കേട്ടോ. അമ്പോ കിടിലൻ ഐറ്റംസ് ആണ് കേട്ടോ. വൺ സാധനങ്ങളാണ്, നല്ല സൈസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല, നല്ല കുണ്ടുമണികളാണ് കേട്ടോ. ഒക്കെ ഓരോന്നും എത്ര കിലോ ഉണ്ടാവും ഞാൻ ആലോചിക്കുക. നേരിട്ട് കാണുമ്പോഴേ ക്യാമറയിൽ കാണുന്നതിൽ നല്ല സൈസാണ്. നിറയെ ഉണ്ട് കേട്ടോ ഇതിനകത്തും. ഈ ഒരു റിവറിൻ്റെ അപ്പുറത്തെ സൈഡ് വന്നിട്ട് ഇങ്ങനെ കാട് പിടിച്ചിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ അധികം നേരം ഇവിടെ നിൽക്കാണ്ട് ഞാൻ വേഗം അങ്ങോട്ട് പോയിട്ടാണ്. എനിക്കങ്ങനെ എന്താ പറയുക, ചെറിയ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ കാടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ആരും വന്നില്ല, ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്, ഭയങ്കര കാമൻ കൊയ്റ്റായിട്ട്. ആരും ഇല്ല കേട്ടോ അവിടെ. ഇങ്ങനെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് റിസോർട്ടിൻ്റെയാണ്. നല്ല സെറ്റപ്പ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഇളം കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അതേ ക്ലൈമാറ്റാണ്, വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. നൈറ്റ് കുറച്ച് ഒരു പൊടിക്ക് തണുപ്പുണ്ട്, അതല്ലാണ്ട് വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വീണ്ടും ബഗ്ഗിയിൽ കയറി ഇങ്ങനെ പോവാണ്. നല്ല ചുട്ട വെയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അവിടുത്തെ അതേ ക്ലൈമറ്റ്, അതിലും ചൂടാണ്. പകൽ ഭയങ്കര വെയിലുണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഇത് ഡൈനോസേഴ്സിൻ്റെ പാർക്ക് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു ഗാർഡൻ പോലെ. നിറച്ച് ഡൈനോസേഴ്സ് ഉണ്ട്, പല വെറൈറ്റി അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ സമ്മതിക്കണം, എന്താ സൈസ് നോക്കി ഓരോന്നിൻ്റെ. നല്ല ഹ്യൂജ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ബ്രിഡ്ജ് കണ്ട, മേലെ ബ്രിഡ്ജ് ഉണ്ട്, അതിൽ കൂടെ വേണമെങ്കിൽ നടന്ന് കാണാം. പക്ഷെ എനിക്ക് വയ്യായിരുന്നു. ഞാൻ ഇവിടെ നിന്നിട്ട് ഒറ്റ നോട്ടത്തിലെല്ലാം നോക്കി കണ്ടു, മനസ്സിലാക്കി, സംതൃപ്തിയാണെന്ന്. എന്നെ കണ്ടൊരു കുഞ്ഞുറുമ്പ് പോലെയാണ് കാണുന്നത്. ഞങ്ങൾ ഫോട്ടോസ് എടുക്കാനായിട്ട് പോയി നിന്നതാണ്. പക്ഷേ ഇതിനെ കംപ്ലീറ്റ് കിട്ടുന്ന തരത്തിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എന്നെ കാണാണ്ടാവും കേട്ടോ. ആ അവസ്ഥയാണ്. അങ്ങനെ പിന്നെ പൊരിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, അതുപോലത്തെ വെയിലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മറ്റേ സൺസ്ക്രീൻ ഉണ്ടായിരുന്നു, സൺസ്ക്രീൻ സ്പ്രേ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സ്പ്രേ ചെയ്യും. അതുകൊണ്ട് ഞാൻ കരിഞ്ഞ് വാടി ഉണങ്ങി പോയില്ല ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ. എന്നാലും നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മളതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ആമിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവൾക്ക് ഐസ്ക്രീം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും നല്ല ടയേർഡായി. അപ്പോൾ ഒന്ന് റിഫ്രഷ് ആക്കാനായിട്ട് അടുത്തുള്ളൊരു കഫേയിൽ കയറിയിട്ട് അവിടെ നമുക്ക് ഷേക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട്, ഐസ്ക്രീം എന്തായാലും വാങ്ങിക്കില്ല എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ആമി ഇത് വേണമെന്നും പറഞ്ഞിട്ടാണ് വാശി. പല കളറിൽ എടുത്ത് വെച്ചിരിക്കണോണ്ടേ അവൾക്കത് കാണുമ്പോൾ ഒരു ആക്രാന്തമായിരുന്നു. ഇന്നലെ നമ്മൾ കോറൽ ഐലൻഡിൽ പോയിട്ട് ആമിക്കുട്ടി കടലിൽ നിന്ന് കയറിയിട്ടില്ല, അതിലെന്നിരുന്ന് കുളിയും ഇത് നനയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വലിച്ച് കയറ്റുകയാണ് ചെയ്തത്. ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് കോൾഡും കാര്യങ്ങളൊക്കെ ആൾക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഐസ്ക്രീമും കൂടി ആയി ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, തണുപ്പ് ഒന്ന് മാറി വരുമ്പോൾ കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഇതുപോലൊരു ഡെസേർട്ട് സംഭവം ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് ഷെയ്ക്കൊക്കെ വാങ്ങി പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. എന്നിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ബഗ്ഗി വരുന്ന വരെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലായിട്ട് തന്നെ വലിയൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു നൊനോജ് ഗാർഡൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ സ്പെസിഫിക്കേഷനുകൾ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് വേൾഡിലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് 10 വരുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് അല്ലേ സംഭവം. പല ഇനിയും കുറേ കാണാനായിട്ട് കിടക്കുകയാണ് കേട്ടോ, ഒത്തിരി കാണാനായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ കുറേ ഷൂട്ട് ചെയ്തതിൽ കുറേയൊക്കെ ഞാൻ കളഞ്ഞിട്ടാ, കാരണം എന്തോരം വെച്ചിട്ട് ഇതൊക്കെ തന്നെ കാണിക്കാമല്ലേ. അങ്ങനെ ഞാനൊരു സ്ക്രീൻ കാണിക്കാം കേട്ടോ. Life changes, just open the door. One thing's certain, I'll always be yours. ഈ കണ്ട സ്പെസിഫിക്കേഷനൊക്കെയാണ് കേട്ടോ ഈ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കണത്. ചില ഭാഗത്തൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടു ചെറിയ ക്രെയിനും കാര്യങ്ങളും ക്യാമറയൊക്കെ ആയിട്ട്. എന്തിൻ്റെയാണെന്നൊന്നും എനിക്ക് വലിയ പെടുത്തില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ആഡുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. ഷൂട്ടിങ് പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഓരോ ഭാഗവും ഡിഫറെൻ്റ് ആണ്, ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആണ്. ഭയങ്കര എൻ്റെർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് ഓരോന്നും. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഇത് കണ്ടോ, ചെറിയൊരു ക്രെയിനും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഷൂട്ടിംഗ് നടന്നതാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ പോണത് ഒരു കാർ മ്യൂസിയത്തിലോട്ടാണ്. ഓൾഡ് മോഡൽ പ്രീമിയം കാറുകളുടെ വെഹിക്കിളുകളുടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടാണ്. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്തില്ല, എനിക്ക് വലിയ താല്പര്യമുള്ളൊരു മേഖലയല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. പിന്നെ നമ്മൾ നേരെ വന്ന് ഇതിനകത്ത് തന്നെ ലഞ്ച് കഴിക്കാനായിട്ടാണ്. ഒരു ബൊഫേ സിസ്റ്റമാണ്, തായ് ഫുഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. തായ് ഫുഡ് ഉണ്ടല്ലോ കംപ്ലീറ്റ് ഇങ്ങനെ വെളുത്തിരിക്കും, ഒരു എരിവില്ല, പുളിയില്ല, ചൊടിയില്ല, അങ്ങനെ നമ്മുടെ മസാലകൾ കാര്യങ്ങൾ ആയിട്ടൊന്നും സെറ്റായി പോവില്ല കേട്ടോ. ഒക്കെ ഇങ്ങനെ വെളുത്തിരിക്കും, അവരിങ്ങനെ പുഴുങ്ങിയെടുത്ത പോലെയാണ്. ഉപ്പുണ്ടാകും, പിന്നെ ചെറിയ പുളി ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാകും. ഇവരുടെ മസാലയൊക്കെ വരുന്നത് ഭയങ്കര സ്വീറ്റാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മടുക്കൂട്ടാം. അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരുന്നത്. ആമിക്കുട്ടിക്ക് പെട്ടെന്ന് മടുത്തു, ആമിക്കുട്ടിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല കേട്ടോ. ഫുഡ് അവൾക്ക് മെയിനായിട്ട് ഒരു ഇഷ്യൂ ആയിരുന്നു ഈ തായ്ലൻഡിൽ വന്നപ്പോഴും. കഴിക്കാൻ പറ്റാണ്ട് ആൾ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ഇതൊക്കെ കഴിച്ച് കൂട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് ഇനി റൂമിലോട്ട് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ കാണാം. ബൈ.